തൊഴിൽ നഷ്ടം മൂലം കോറോ ഹെൽത്ത് എന്ന സ്ഥാപനം ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി താൽക്കാലികമായി മരവിപ്പിച്ചു. മന്ത്രി എം എൽ എ ലേബർ ഓഫീസർ എന്നിവരുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനം മരവിപ്പിച്ചത്. തുടർ നടപടികൾ ലേബർ സെക്രട്ടറിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഉണ്ടാകുക. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ് കോറോ ഹെൽത്ത് എന്നുള്ളത്. കേരളത്തിൽ തന്നെ 2 ഇടങ്ങളിലാണ് ഈ കമ്പനിക്ക് ബ്രാഞ്ചുകളുള്ളത്. ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് കോഴിക്കോടും. കൊച്ചിയിൽ 500ഓളം ജീവനക്കാരാണുള്ളത്. കോഴിക്കോടും കൊച്ചിയും വെച്ച് നോക്കുകയാണെങ്കിൽ 800ഓളം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ ജോലി ചെയ്ത് മടങ്ങിയ ആളുകളാണ്. ഭൂരിഭാഗവും യുവാക്കളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരോട് രാവിലെ എത്തിയപ്പോഴേക്കും ഇന്നു മുതൽ ജോലിയില്ല, നിങ്ങളെ പിരിച്ചുവിടുകയാണെന്നും അതോടൊപ്പം തന്നെ 3 മാസത്തെ കോമ്പൻസേഷൻ തുടർന്ന് നൽകും എന്നാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ പെട്ടെന്നുള്ള പിരിച്ചുവിടൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായല്ല, ഇതിനു മുൻപും പിരിച്ചുവിടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജീവനക്കാർ പ്രതികരിച്ചതും. അപ്പം പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു ഇതായിട്ട് പോകുമ്പം പല രീതിയിൽ ഇപ്പം 30-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു 2 ഡേയ്സ് നമുക്ക് റൂം റെൻറ്റ് അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഫാമിലി ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇതാകുമ്പോഴത്തേക്കും ഒരു വിതിൻ 2 ഡേയ്സ് ബിഫോർ 2 ഡേയ്സ് പോലും നമ്മളത് അറിയിച്ചിട്ടില്ല. അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ കോമ്പൻസേഷൻ നൽകാം എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ കിട്ടാതിരുന്ന ജീവനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാഗ്ദാനങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. രാവിലെ മുതൽ ഈ ജീവനക്കാരുടെ പ്രതിഷേധമായിരുന്നു കൊച്ചിയിലുള്ള ഓഫീസിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ ലേബർ കമ്മീഷനെ വിവരം അറിയിച്ചിരുന്നു. ജില്ലയിലെ ലേബർ ഓഫീസറും അതോടൊപ്പം തന്നെ സ്ഥലം MLA ഉമാ തോമസും മന്ത്രി സണ്ണി ജോസഫും അടക്കമുള്ളവർ സ്ഥലത്തെത്തി. ഇവർക്ക് വർക്കില്ല എന്നുള്ളതാണ് അവർ കാരണം പറയുന്നത്. പക്ഷേ നമ്മളുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് UP ഇവർ വേറൊരു കമ്പനി തുടങ്ങി, അപ്പോൾ അവിടെ ഒരുപാട് പേരെ ഹയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടേക്ക് വർക്ക് മാറ്റുന്നതിനുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം നിലവിലെ ഒരു തീരുമാനമെന്നത് ഇപ്പോൾ തുടരുന്ന പോലെ തുടരുക. അതായത് എന്നും അവർ രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പോലെ തന്നെ ഓഫീസിലേക്ക് വരിക. പക്ഷേ നാളെ ശനിയും ഞായറുമാണ്. അതിനുശേഷം 6-ാം തീയതിക്ക് ശേഷം ലേബർ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഇതിന് ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ജീവനക്കാർക്ക് എപ്പോഴും ലഭിക്കുന്നത് പോലെ തന്നെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. അത് ഉറപ്പാക്കിയിട്ടുമുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം എന്നാണ് MLA അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ നിലവിൽ ജീവനക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട്.